ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യരുടെ സർഗശേഷിയെ കുറച്ചുകൊണ്ടുവരുന്നുണ്ടെന്ന് പാലക്കാട് ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ ഉണ്ണികൃഷ്ണൻ. മനുഷ്യനിർമ്മിതിയോളം ഭാവങ്ങൾ AI-യിൽ കാണാനാവില്ലെന്നും പാലക്കാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജീവനുള്ള ചിത്രങ്ങൾക്ക് പിന്നിൽ AI ആണോ മനുഷ്യനാണോ എന്ന് സംശയിക്കുന്ന കാലമാണ്. മനുഷ്യസൃഷ്ടിയായ ചിത്രങ്ങൾക്ക് ഭാവതലങ്ങൾ കൂടുതലാണെന്നും പ്രിയ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ലൈവ് പ്ലാറ്റ്ഫോംസ്, അതായത് ഇപ്പോൾ 2-3 കുറച്ച് നാളായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൃഷ്ടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന സൃഷ്ടികൾ, അതിൻ്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇത് AI ചെയ്തതാണോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും അതൊക്കെ ഒരു ത്രെട്ടനാണ് അപ്പോൾ ആ ഒരു ഭീഷണിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ്, ഈ രംഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ChatGPT ഒക്കെ വന്നിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻസ്, അതുപോലെ എന്ത് ഡീപ്പായിട്ടുള്ള സ്റ്റഡീസും എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മളുടെ ബ്രെയിൻ വർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻസ് ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് വേണ്ടാത്തൊരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം AI ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇതിനകത്തൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ടച്ചുള്ള ക്രിയേഷൻസിൽ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനുള്ള ഇമോഷൻസും അവരുടെ അനുഭവങ്ങളും എല്ലാം പ്രതിഫലിക്കും. ജില്ലയിലെ മുതിർന്ന സ്വതന്ത്ര മാധ്യമ ഫോട്ടോഗ്രാഫർ അയ്യപ്പ കൃഷ്ണൻകുട്ടിയെയും ജില്ലയിലെ മാധ്യമ ഫോട്ടോഗ്രാഫർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ശ്രീലങ്കയിലെ LTT കാലം, വീരപ്പൻ വേട്ട, കേരള തമിഴ്നാട് നദീജല തർക്കം ഉൾപ്പെടെയുള്ള ഫോട്ടോ പകർത്തൽ കാലങ്ങളുടെ അനുഭവം കൃഷ്ണൻകുട്ടി പങ്കുവച്ചു. ഞാൻ 1976 പാലക്കാട് വന്നത്, ഫോട്ടോ എടുക്കാൻ വന്നത് 76. അന്ന് എൻ്റെ ഗുരുനാഥൻ ആറുമനായിരുന്നു, സന്തോഷ് സാറുമാണ് ഗുരുനാഥൻ. അത് നമ്മുടെ ചേട്ടൻ്റെ അടിയും കൂടിയായിരുന്നു, റിലേഷനാണ്. അവിടെ നിന്നാണ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. അന്ന് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് മനേരമിക്കായിരുന്നു. അയാൾ മനേരമിലായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അന്ന് മനേരമിലാണ് അയാൾ എടുത്തുകൊണ്ടിരുന്നത്, ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് മാതൃഭൂമിക്ക് വന്നത്. പിന്നെ അങ്ങനെ പല അനുഭവങ്ങളും അതിലുണ്ടായി. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.